ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ രാവണ പ്രഭു. നമുക്കറിയാം, റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യാൻ പോവാണ്. ഒക്ടോബർ 10, അതായത് നാളെയാണ് ഈ സിനിമ റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ടീസർ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇതാ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നോക്കണ മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, മറക്കരുത്. അപ്പോൾ നോക്കാം. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാറ്റെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് കപ്പൊന്നും കിട്ടില്ല. താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കും. ചുമ്മാതല്ല ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻസ് കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചു. ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും, നിന്നെ ആർക്കും കൊടുക്കില്ല. ഇങ്ങോട്ട് വാടി. രാജേന്ദ്രൻ സാർ, ഇത് നടേശൻ പിള്ളേരെ നോക്കിക്കോളാം. നടേശ കൊല്ലണ്ട. കാർത്തികനെ കൊല്ലാൻ ആളിറക്കിയിരിക്കുന്നു. മുണ്ടച്ചില ശേഖരനും അനന്തരവും രാജേന്ദ്രനും. കാർത്തികേയൻ എന്ന എന്റെ മകന് വയസ്സ് 3 അല്ല പ്രായം. മംഗലശ്ശേരി, അത് ഞാൻ പൊളിക്കും. മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി. ആ ഒറ്റ കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചേനെ അവൻ. ഇടിച്ചവന്റെ ഹൈക്കമാൻഡ് ചളിക്കല്ലേ. അതല്ലേ അതിന്റെ ഒരു ന്യായം. നീ സയൻസ് പഠിച്ചപ്പോ രാമൻ എഫക്ട് പഠിച്ചിട്ടില്ലേ? ഇത് രാവണൻ എഫക്ട്. മുണ്ടക്കൽ. അപ്പോൾ ട്രെയിലർ അസലായിട്ട് ഇട്ട നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു റിലീസാണ് രാവണ പ്രഭു. അതിതാ ഉടനെ നാളേക്ക് തന്നെ എത്താൻ. എത്ര പേര് ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. ഞാനൊന്നും ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല. അന്നൊക്കെ ഞാൻ +2 പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും 24 വർഷം കഴിഞ്ഞ് ഈ സിനിമ തിയേറ്റർ റിലീസായിട്ട് രാവണ പ്രഭു. നമുക്കറിയാം, ദേവാസുരത്തിൻ്റെ സീക്വലാണ് രാവണ പ്രഭു. ദേവാസുരത്തിൻ്റെ ഐക്കോണിക് ക്യാരക്ടറായ മംഗലശ്ശേരി നീലകണ്ഠൻ എത്ര പേർക്ക് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകളിൽ ഒന്നാണ് ലാലേട്ടൻ്റെ നീലകണ്ഠൻ. നീലകണ്ഠൻ തനി സ്വരൂപമായിട്ടുള്ളൊരു എക്സ്ട്രീം ലെവലായിട്ടുള്ളൊരു മാസ് എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കാർത്തികേയൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത്? മംഗലശ്ശേരി നീലകണ്ഠനാണോ അതോ കാർത്തികേയനാണോ? ഏതാണെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് ഏറ്റവും ഇഷ്ടം വൺ ആൻഡ് ഓൺലി മംഗലശ്ശേരി നീലകണ്ഠൻ. അപ്പോൾ ഈ സിനിമ രാവണ പ്രഭു ടിക്കറ്റ് എടുത്ത് നാളെ തന്നെ പോയി കാണണം. എന്തായാലും കണ്ടിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ വരും. ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ടീസറാണ് ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീസർ കട്ടിങ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ട്രെയിലർ ജസ്റ്റ് കാണിച്ചിട്ടുള്ളൂ. എന്തായാലും നാളെ തിയേറ്ററിൽ സിനിമ ഇറങ്ങുകയല്ലേ, അപ്പോൾ നന്നായി ആഘോഷിക്കാം. അവിടെ പോയിട്ട് 4K ഡോൾബി അറ്റ്മോസിലാണ് റീമാസ്റ്റർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഡോൺ മിസ് ഇറ്റ്, പോയി കാണുക. അതുപോലെ തന്നെ ഡോൺ മിസ് ഇറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലും. അപ്പോൾ പൊളിക്കല്ലേ. ശബാരി ഗിരിഗിരി മോനെ വണ്ടി വിട്ടോ. വേറൊന്നും റെഫറൻസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.